ഗായ്സ് വെൽക്കം ടു മെഡ്ഹെഡപ്പ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന അനാൽജസിക്സ് ആൻറ്റിബയോട്ടിക്സ് ആണ്. പേര് പറയുന്നത് പോലെ തന്നെ വേദനയ്ക്ക് കൊടുക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ പനി ഉറയ്ക്കുന്ന ഒരു സാധനമാണെന്ന് മനസ്സിലായി. ഇനി നോൺ ഒപ്യോയിഡ് അനാൽജസിക്സ് എന്ന് പറയാറുണ്ട്. അതെന്തുകൊണ്ടെന്നാണ്, അതായത് ഒപ്യോയിഡ് റിസപ്റ്റേഴ്സിൽ ആക്ട് ചെയ്യാതെ അനാൽജസിക് ഉണ്ടാക്കുന്ന മരുന്നുകളെയാണ് ഒപ്യോയിഡ് അനാൽജസിക്സ് എന്ന് പറയുക. ഇനി NSAID നോൺ സ്റ്റിറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻസ് ആണ്. അതായത് ആൻറ്റി ഇൻഫ്ലമേഷൻ, അത് ഇൻഫ്ലമേഷൻ അഗെയിൻസ്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. സോ ഇത്രയും നമ്മൾ ഒരുമിച്ച് പഠിക്കുവാണ്. സോ ഇതിൻ്റെ ഡിഫറൻസ് മനസ്സിലായല്ലോ. ഇനിയിപ്പോൾ അവിടെ ചെല്ലുമ്പോൾ പഠിക്കുമ്പോൾ അയ്യോ ആൻറ്റി ഇൻഫ്ലമേറ്ററി എന്താ പറഞ്ഞില്ല, എന്താ അനാൽജസിയ എന്ന് പറഞ്ഞില്ല എന്ന് പറയരുത്. സോ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. സോ നമുക്ക് ഫസ്റ്റ് അറിയേണ്ടത് എന്താണ് ആൻറ്റിപൈററ്റിക് എന്നറിയേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ആൻറ്റി അനാൽജസിക്സ് എന്നുള്ളത്. ഓക്കെ, സോ ഡ്രഗ്സ് പ്രൊഡ്യൂസ് റിലീഫ് ഓഫ് പെയിൻ ആൻഡ് എലിവേറ്റ് ബോഡി ടെമ്പറേച്ചർ ആണ്. And these drugs are called as anti-inflammatory effect known as NSAID. So നമുക്ക് പെയിൻ കുറയ്ക്കുന്ന അല്ലെങ്കിൽ നമ്മളെ എലിവേറ്റ് ബോഡി ടെമ്പറേച്ചർ കുറയ്ക്കുന്ന ഡ്രഗുകളെയാണ് നമ്മൾ എന്ത് പറയുക, ആൻറ്റിപൈററ്റിക് ആൻഡ് അനാൽജസിക് ഡ്രഗ് എന്ന് പറയാം. സോ as these drug also produce anti-inflammatory effect. ഇത് ആൻറ്റി ഇൻഫ്ലമേറ്ററി എഫക്റ്റ് കൊടുക്കാറുണ്ട്, അതുകൊണ്ട് തന്നെ NSAID എന്ന് പറയുന്നുണ്ട്. ഇനി അത് മാത്രമല്ല, നമ്മളെ ഒപ്യോയിഡ് റിസപ്റ്റേഴ്സിനെ മീൻസ് ഡയറക്ട്ലി ആക്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ നോൺ ഒപ്യോയിഡ് അനാൽജസിക്സ് എന്നും പറയുന്നുണ്ട്. ഇനി ഇത് നമ്മൾ 3 ആക്ഷൻസ് ആണ് പ്രൈമർലി പറയാറുള്ളത്. ദ ഫസ്റ്റ് വൺ ഈസ് അനാൽജസിക്സ്, സെക്കൻഡ് വൺ ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻഡ് തേർഡ് വൺ ഈസ് ആൻറ്റിപൈററ്റിക്സ്. സോ എല്ലാ ഡ്രഗും ആൻറ്റി ഇൻഫ്ലമേറ്ററി ആവണം എന്നില്ല കേട്ടോ. സോ നമ്മൾ എടുത്ത് പറയുന്നത് സോ ഇത് മെക്കാനിസം ഓഫ് ആക്ഷൻ ആണ്. സോ ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ ആക്ഷൻ എന്നുള്ള കാര്യമാണ്. നമുക്കിത് പറയാം, അതിന് മുന്നേ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരാം. സോ ബേസിക് ആയിട്ട് NSAIDs നമ്മൾ കൊടുത്തു കഴിയുമ്പം നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന PGS, അതായത് പ്രോസ്റ്റാഗ്ലാൻഡിനെയാണ് സപ്രസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ, ഇത് ഫസ്റ്റ് കാര്യം. ഇനി ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻ മാത്രമല്ല, ഇൻഫ്ലമേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളെ ബോഡിയിൽ ഉണ്ടാവുന്ന ഇൻഫ്ലമേഷൻ റെസ്പോൺസുകൾക്ക് കാരണമായിട്ടുള്ള സൈക്ലോ ഓക്സിജനേസ്, അതായത് കോക്സ് എൻസൈംസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് PGS, പ്രോസ്റ്റാഗ്ലാൻഡിനെയും കോക്സിനെയും ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട് എന്നർത്ഥം. ഇത് മനസ്സിലായല്ലോ. ഇനി ദിസ് അരക്നോഡിക് ആസിഡ് ഈസ് ലിബറേറ്റ് ഫ്രം ഡാമേജ് സെൽ ഡ്യൂറിങ് ഓൺ ഇൻഫ്ലമേഷൻ. സോ എങ്ങനെയാണ് നമ്മളെ ബോഡി ഇൻഫ്ലമേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നത്? നമ്മളെ ബോഡിയിൽ ഏതെങ്കിലും ടിഷ്യൂവോ ഏതെങ്കിലും സെല്ലോ ഒക്കെ ഡാമേജ് ആയി കഴിയുമ്പോൾ അവിടെ നിന്ന് എന്തുണ്ടാക്കും, അരക്കിനോഡോണിക് ആസിഡ്, ഞാൻ അരക്കിനോയിക്കുന്ന പറയാം കേട്ടോ, എളുപ്പതാണ്. സോ അരക്കിഡോണിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും കേട്ടോ. സോ ഇത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് മനസ്സിലാക്കാം. ഇനി ദ പ്രോസ്റ്റാഗ്ലാൻഡിൻ ഫോംഡ് ആർ റെസ്പോൺസിബിൾ ഫോർ മെനി ഓഫ് ദ ഫീച്ചേഴ്സ് ഓഫ് ഇൻഫ്ലമേഷൻ. സോ പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് വേദന ഉണ്ടാവുക, റെഡ്നെസ് ഉണ്ടാവുക, സ്വെറ്റിംഗ് ഉണ്ടാവുക, അവിടെ ചെറിയ ചൂട് ഫീൽ ചെയ്യുക, അതൊക്കെ ചെയ്യുക. സോ NSAID കൊടുക്കുമ്പോൾ ഈ കോക്സിനെയും ഇൻഹിബിറ്റ് ചെയ്യുന്നു, PGSന്റെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യുന്നു, റെഡ്യൂസ് ചെയ്യുന്നു. ഇപ്പം കാര്യം മനസ്സിലായി ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്കിവിടെ മെക്കാനിസം ഓഫ് ആക്ഷനിലേക്ക് വരാം. സോ ഇത് ദാമു ആണേ. ദാമുവിന് ആക്സിഡൻറ്റ് പറ്റി, കൈ ഒടിഞ്ഞു, അപ്പോൾ ഇൻഫ്ലമേഷൻ വന്നു. സോ ഇൻഫ്ലമേഷൻ വന്ന സമയത്ത് എന്ത് സംഭവിക്കുക, നമ്മളെ സെല്ലിനകത്ത് ഫുൾ ഇൻഫ്ലമേഷൻ ആണ്. സോ റെഡ്നെസ് ഉണ്ടാവും, സ്വെല്ലിങ് ഉണ്ടാവും, പെയിൻ ഉണ്ടാവും, സ്വെറ്റിംഗ് ഉണ്ടാവും, അല്ലെ, ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിരിക്കും. സോ ഇതെങ്ങനെ ഉണ്ടായത്, അതായത് അവൻ്റെ ബോഡിയിൽ അരക്കിഡോണിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്തു. എന്ത് കാരണം, ഇൻഫ്ലമേഷൻ കാരണം. ഇനി COX 1 COX 2 എൻസൈംസുകൾ വന്നു, അപ്പോൾ നമ്മൾ NSAID കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്തു, ഈ COX 1 COX 2നെ കയറി അങ്ങ് എന്ത് ചെയ്തു, ബ്ലോക്ക് ചെയ്തോ ഫർദർലി ഉണ്ടാവുന്നില്ല. ഇനി നമുക്ക് PGS ആണ് നെക്സ്റ്റ് ടാർഗറ്റ്. സോ പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്ത് ചെയ്തു, ഈ NSAID നിന്നു റെഡ്യൂസ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു, അതും നിന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇൻഫ്ലമേഷൻ ഈവൻ ദോ കുറയുകയും ചെയ്യുന്നു, അതിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നു, പെയിനും കുറയുന്നു. ഓക്കെ അല്ലേ, പരിപാടി മനസ്സിലായില്ലേ, സെറ്റ് അല്ലേ? സോ ഇത്രയുള്ള മെക്കാനിസം ഓഫ് ആക്ഷൻ പറയുവാണെങ്കിൽ. സോ നെക്സ്റ്റ് വൺ ഈസ് ക്ലാസിഫിക്കേഷൻസ്, വെരി ഇമ്പോർട്ടൻറ്റ്, എന്നാൽ എനിക്ക് ഒട്ടും ഇഷ്ടമുള്ളൊരു ഭാഗമാണ് കേട്ടോ. സോ നോൺ സെലക്റ്റീവ് COX 1 ഇൻഹിബിറ്റേഴ്സും ഉണ്ട്, സെലക്റ്റീവ് COX 2 ഇൻഹിബിറ്റേഴ്സും ഉണ്ട്. സോ 2 നോക്കാം. നോൺ സെലക്റ്റീവ്, അപ്പോൾ അതിൽ തന്നെ മനസ്സിലാക്കിക്കൊള്ളാം. സോ സാലിസിലേറ്റ്സ് ഉണ്ട്, സാലിസിലേറ്റ്, ആസ്പിരിൻ, സാലിസിലിക് ആസിഡ്, സോഡിയം സാലിസിലേറ്റ്. സോ പാരാ അമിനോ ഫിനോളിക് ഡെറിവേറ്റീവ് ഉണ്ട്. സോ എല്ലാവർക്കും അറിയാം പാരസെറ്റമോൾ. സോ പൈറസോളോൺ ഡെറിവേറ്റീവ്, അമിനോപൈറിൻ, ആൻറ്റിപൈറിൻ ആൻഡ് ഫിനൈൽ ബ്യൂട്ടസോൺ. മിസ്ലിനീസ് ഉണ്ട്, ഇൻഡോമെത്താസിൻ, ഐബുപ്രോഫിൻ, ഡൈക്ലോഫെനാക്ക്, നിമ്യുസ്ലൈഡ്. സോ സെലക്റ്റീവ് COX 2 ഇൻഹിബിറ്റേഴ്സിൽ സെലോകോക്സിബ് ആൻഡ് റെഫോകോക്സിബ് ആൻഡ് വെൽഡികോക്സിബ്. സോ പല ആൾക്കാരും ചോദിക്കാറുണ്ട്, ഇത്രയും പഠിച്ചാൽ മതിയോ, ഇത്രയും ക്ലാസിഫിക്കേഷൻ മതിയോ? നിങ്ങൾക്ക് ഒരുപാട് ബുക്കുകൾ റെഫറൻസ് എടുക്കാം. ത്രിപാദിയൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ കിളി പോവും. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ട് അധികമായിട്ട് ക്ലാസിഫിക്കേഷൻ പോകണം എന്നുണ്ടെങ്കിൽ ധൈര്യമായി പഠിക്കാം, അതിനൊന്നും ഒരു ലിമിറ്റേഷൻ ഇല്ല. ഇപ്പോഴും പറയുന്നു, മെഡ്ഹെഡബ് നിങ്ങൾക്കൊരു എക്സ്റ്റേണൽ റെഫറൻസ് മാത്രമാണ്.
സോ നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഓരോ ഡ്രഗ് നോക്കണം, സാലിസിലേറ്റ്സ് നോക്കണം. സോ നമുക്കറിയാം അനാൾജസിക് പ്രോപ്പർട്ടി ഉണ്ട്, ആൻറ്റിപൈററ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. ഈ രണ്ട് കാര്യം ഞാൻ പറയണ്ട. പിന്നെ ആൻറ്റിപൈററ്റിക് പ്രോപ്പർട്ടിയിൽ എടുത്ത് പറയുന്നത് നോർമൽ ബോഡി ടെമ്പറേച്ചർ. നമ്മൾ നോർമൽ ബോഡി ടെമ്പറേച്ചർ എത്രയാണ്? 37 ആണ് അല്ലേ. സോ 35 to 37 മാറിയിരിക്കും, എന്നാലും 37 ആണ്. സോ ഈ നോർമൽ ബോഡി ടെമ്പറേച്ചർ ഒരു മാറ്റം ഉണ്ടാവില്ല. പക്ഷേ എലിവേറ്റ് ബോഡി ടെമ്പറേച്ചർ ആണെങ്കിൽ മാറ്റം ഉണ്ടാവും കേട്ടോ. സോ റെസ്പിറേഷനിൽ പറയുവാണെങ്കിൽ സാലിസിലേറ്റ് എന്ന് വെച്ചാൽ റെസ്പിറേഷന് ഇൻഡയറക്ട്ലിയോ അല്ലെങ്കിൽ ഡയറക്ട്ലിയോ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ റെസ്പിറേഷൻ റേറ്റ് കൂടുകയും വോളിയം കൂടുകയും കാരണം റെസ്പിറേറ്ററി ആൽക്ലോസ് ഉണ്ടാകുന്നു. അതായത് സാലിസിലേറ്റ് റെസ്പിറേറ്ററി ആൽക്ലോസ് ഉണ്ടാക്കുന്നു എന്നർത്ഥം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെസ്പിറേഷൻ റേറ്റ് കൂട്ടുകയും വോളിയം കൂട്ടുകയും ചെയ്യും. എങ്ങനെ? റെസ്പിറേഷൻ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ട്. ഓക്കെ അല്ലേ. സോ GIT പറയുവാണെങ്കിൽ ആസ്പിരിൻ നമ്മൾ കൊടുക്കുവാണെങ്കിൽ ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ ഉണ്ടാവും. നമ്മൾ ത്രൂ ഔട്ട് എല്ലാ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട് ആസ്പിരിൻ കൊടുക്കുന്ന സമയത്ത് എന്തുണ്ടാവാറുണ്ട്? പെപ്റ്റിക് അൾസറുകൾ ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് അൾസറേഷൻ ഉണ്ടാവാറുണ്ട്, ഹെമറേജ് ഉണ്ടാവാറെന്ന് പറയുന്നുണ്ട് അല്ലേ. സോ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ ആണ്. ഹയർ ഡോസിൽ 4 to 6 gram per day ആസ്പിരിൻ കൊടുക്കുവാണെങ്കിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ കിട്ടും. പിന്നെ അത് മാത്രമല്ല സപ്രസീം, എരിത്തീമിയൊക്കെ ഉണ്ടെങ്കിൽ സപ്രസീം. പിന്നെ കിഡ്നി പറയുവാണെങ്കിൽ ലോവർ ഡോസിൽ കൊടുക്കുവാണെങ്കിൽ ഡിപ്രസസ് യൂറിക് ആസിഡ് എക്സ്ക്രീഷൻ, യൂറിക് ആസിഡിന്റെ എക്സ്ക്രീഷൻ കുറയ്ക്കുന്നു. വേറെ ഹയർ ഡോസ് കൊടുക്കുവാണെങ്കിൽ യൂറിക് ആസിഡിന്റെ എക്സ്ക്രീഷൻ കൂട്ടുന്നു. സോ രണ്ട് കാര്യം കുറയ്ക്കുകയും ചെയ്യും കൂട്ടുകയും ചെയ്യും. കുറഞ്ഞ ഡോസിൽ കുറയ്ക്കുകയും കൂടിയ ഡോസിൽ എന്ത് ചെയ്യുന്നു? കൂട്ടുകയും ചെയ്യും. എന്തിന്റെ? യൂറിക് ആസിഡിന്റെ എക്സ്ക്രീഷൻ. സോ പിന്നെ നെക്സ്റ്റ് പറയുവാണെങ്കിൽ CVSലാണെങ്കിൽ നോർമൽ എഫക്ട്, അങ്ങനെ എഫക്റ്റുകളൊന്നുമില്ല. ടോക്സിക് ഡസ് നോട്ട് പ്രൊഡ്യൂസ് പാരലൈസോ വാസോമോട്ടർ സിൻഡ്രോം. സോ നോ എഫക്റ്റഡ് നോർമൽ ഡോസിൽ ഒരു പ്രശ്നമില്ല കേട്ടോ. സോ ബ്ലഡിൽ പറയുവാണെങ്കിൽ എരിത്രോസൈറ്റിക് സെഡിമെന്റേഷൻ റേറ്റിനെ കുറയ്ക്കുന്നു സാലിസിൽ എന്ത് ചെയ്യുന്നു? ESR കുറയ്ക്കുക ചെയ്യുക. ദേ ഓൾസോ ഇൻക്രീസ് പ്രോത്രോംബിൻ ലെവൽ ഓഫ് പ്ലാസ്മ പ്രൊലോങ് ബ്ലീഡിംഗ് ടൈം. അതായത് നമുക്ക് ആസ്പിരിൻ കൊടുക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ക്ലോട്ട് ആവില്ല, അവരുടെ ബ്ലീഡിംഗ് ടൈം ഭയങ്കര കൂടുതലായിരിക്കും, ബ്ലഡ് പെട്ടെന്ന് ബോഡിയിൽ നിന്ന് പൊക്കോണ്ടേയിരിക്കും. സോ നെക്സ്റ്റ് എൻഡോക്രൈൻസ് ആണ്. സാലിസിലേറ്റ് സ്റ്റിമുലേറ്റ് ദ റിലീസ് ഓഫ് അഡ്രിനൽ. സോ സാലിസിൽസ് എന്താ ചെയ്യുക? അഡ്രിനലിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അഡ്രിനൽ മെഡുല ACTH ദേ ഇന്റർഫിയർ വിത്ത് ദ ബൈൻഡിങ് ഓഫ് തൈറോക്സിൻ, ഡിപ്രസ് ദ സെക്രീഷൻ ഓഫ് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. സോ ഇതിന്ന് മനസ്സിലാക്കേണ്ടത് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ത് ചെയ്യുന്നു? ഡിപ്രസ് ചെയ്യുന്നു. അപ്പോൾ ബേസിക് ആയിട്ട് നോക്കേണ്ടത് ബ്ലഡിൽ പറയുവാണെങ്കിൽ ESR എന്ത് ചെയ്യുന്നു? ലോവർ ചെയ്യിപ്പിക്കുന്നു. അതുമാത്രമല്ല ബ്ലീഡിംഗ് ടൈം കൂട്ടുന്നു. സോ എൻഡോക്രൈനിൽ പറയുവാണെങ്കിൽ അഡ്രിനലിന്റെ റിലീസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. പിന്നെ നെക്സ്റ്റ് പറയേണ്ടത് എന്താണ്? ടൈറോക്സിനെ ഡിപ്രസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ സെക്രീഷൻ ഓഫ് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ത് ചെയ്യുന്നു? ഇന്റർഫിയർ ചെയ്യുന്നു. ലോക്കൽ ആക്ഷൻ പറയുകയാണെങ്കിൽ സാലിസിലേറ്റ് ഹാവിങ് ആന്റിസെപ്റ്റിക്, ഫംഗിസ്റ്റാറ്റിക് ആൻഡ് കരോലൈറ്റിക് എഫക്ട്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ലോക്കൽ ആക്ഷൻ ക്വസ്റ്റ്യൻ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഈ കെരാറ്റുലൈറ്റിക് ഒന്നും ആർക്കും ഒന്നും പെട്ടെന്ന് പിടിയിട്ടില്ല. സോ അതുകൊണ്ട് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതൊന്നും പഠിക്കാതെ പോകരുത്. ലൈറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളെ വാട്സ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. സോ ഫാർമോകൈനറ്റിക്സ് പറയുവാണെങ്കിൽ നമ്മളെ ബോഡിയിൽ നന്നായിട്ട് അബ്സോർബ് ചെയ്യും. നമുക്ക് ഓർലിയാണ് കൊടുക്കാറുള്ളത്. സോ നന്നായിട്ട് അബ്സോർബ് ചെയ്യുന്നു. അതുമാത്രമല്ല ബ്ലഡ് ബ്രെയിൻ ബാരിയർ പ്ലസന്റ് ക്രോസ് ചെയ്യും. സോ ലിവറിൽ മെറ്റബോളൈസ് ചെയ്യും, യൂറിനിലൂടെ എക്സ്ക്രീറ്റ് ചെയ്ത് പോകും. സോ നിങ്ങൾക്കൊരു ഷോർട്ട് ഫോം പറഞ്ഞുതരാം ആസ്പിരിൻ പഠിക്കുന്ന സമയത്ത് കേട്ടോ. ജസ്റ്റ് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ആസ്പിരിൻ ആണെന്നുണ്ടെങ്കിൽ A for ആൻറ്റി പ്ലേറ്റ്ലെറ്റ് എഫക്റ്റ്, S for സാലിസിലിസം, P for പെപ്റ്റിക് അൾസർ. നെക്സ്റ്റ് R ആണ്. R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ഒന്നും പറയില്ല, R വിട്ടേക്ക് കേട്ടോ. I എന്ന് പറഞ്ഞാലും ഇല്ല. പിന്നെ N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. സോ I എന്ന് പറഞ്ഞ ഇഡിയോസിൻക്രസിയാണ് കേട്ടോ. I എന്ന് പറഞ്ഞ ഇഡിയോസിൻക്രസിയാണ്. സോ A for ആൻറ്റി പ്ലേറ്റ്ലെറ്റ് എഫക്റ്റ്, S for സാലിസിലിസം, P for പെപ്റ്റിക് അൾസർ. സോ I for ഇഡിയോസിൻക്രസി. ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. സോ ജസ്റ്റ് അതൊന്ന് നോക്കി വെക്കുക. നമുക്ക് പിന്നെ ഏതെങ്കിലും ആഡ് ചെയ്യാൻ പറ്റും നോക്കട്ടെ, ഞാനൊന്ന് നോക്കിയിട്ട് പറയാം. വേറൊന്നും പറയാനില്ല. ശരിയാണ്, വേറൊന്നുമില്ല. വേണമെങ്കിൽ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ടിവിറ്റി ഓക്കെ നമ്മൾ പറഞ്ഞല്ലോ, ഇഡിയോസിൻക്രസി പറഞ്ഞു. സോ 6 വേണമെങ്കിൽ റീനൽ എന്ന് ആലോചിച്ചിട്ട് കിഡ്നിയിൽ യൂറിക് ആസിഡിൻ്റെ കാര്യം നമുക്ക് വേണമെങ്കിൽ ആലോചിക്കാം. സോ അപ്പോൾ അതും പഠിച്ചു. നമുക്ക് പിന്നെ N പറയുന്നില്ല. N വേണമെങ്കിൽ എൻഡോക്രൈൻ പറയാമല്ലോ. എൻഡോക്രൈൻ്റെ N പറയാം. സോ എൻഡോക്രൈൻ്റെ N പറയാം. സോ 6 എന്താ പറഞ്ഞാൽ കിഡ്നി അല്ലെ റീനൽ. കിഡ്നിയിൽ യൂറിക് ആസിഡിൻ്റെ കാര്യം പറയാം. ഹയർ ഡോസിലാണെങ്കിൽ ഹയർ ആയിട്ട് പോകും, ലോവർ ഡോസിലാണെങ്കിൽ ലോവർ ആയിട്ട് പോകും. N ആണെങ്കിൽ എന്താണ്? എൻഡോക്രൈൻ ആണ്. അവിടെ നമ്മൾ എന്താ പറഞ്ഞത്? ടൈറോക്സിൻ്റെ കാര്യം പറഞ്ഞു, പിന്നെ ADHൻ്റെ കാര്യം പറഞ്ഞു അല്ലേ. ACTHൻ്റെ കാര്യം പറഞ്ഞു. സോ അത്രയും കാര്യം നോക്കി വയ്ക്കാം കേട്ടോ.
സോ നെക്സ്റ്റ് നമുക്ക് പറയേണ്ടത് സാലിസിലേറ്റ്സിന്റെ അഡ്വേഴ്സ് എഫക്റ്റ് ആണ്. സോ ദ ഫേസ്റ്റ് വൺ ഇസ് സാലിസിലിസം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹയർ ഡോസ് കൊടുക്കുവാണെങ്കിൽ സാലിസിലിസം ഉണ്ടാവും, നൗസിയ, വോമിറ്റിംഗ്, ഡിസ്നെസ് ഉണ്ടാവും, ഹൈപ്പർ വെന്റിലേഷൻ, ഡ്രൗസ്നെസ്, കൺഫ്യൂഷൻ, ഡെഫ്നെസ്, ട്രെമർ, കൺവൽഷൻ, കോമ, ഡെത്ത് ആണ് ഡ്യൂ ടു റെസ്പിറേറ്ററി ഫെയിലിയർ. സോ GI ഡിസ്റ്റർബൻസ് ഉണ്ട്. ഓൾറെഡി നമ്മൾ പെപ്റ്റിക് അൾസറേഷൻ ഒക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞു, ഹെമറേജ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. സോ പ്രൊലാങ്ങായിട്ട് കൊടുക്കുവാണെങ്കിൽ ഹെപ്പറ്റോക്സിറ്റി ഉണ്ടാവും. സോ ഇൻടോളറൻസ് ലീഡിങ് ടു സ്കിൻ റാഷസ് ഉണ്ടാവും കേട്ടോ. സോ യൂസ് ആണെങ്കിൽ അനാൽജി, ആൻറ്റിപയററ്റിക്, ആൻറ്റി റൊമാറ്റിക്, ലോക്കൽ ആപ്ലിക്കേഷൻ കെറക്ലൈറ്റിക് ആണ്, ഫംഗ്സ്റ്റാറ്റിക് ആണ്, ആൻറ്റിസെപ്റ്റിക് ആണ്. സോ നെക്സ്റ്റ് പാരസ്റ്റമോൾ ആണ്, എല്ലാവർക്കും അറിയാം, പാരാമിനോ ഫിനോളിക് ഡെറിവേറ്റീവ്. സോ അനാൽജസിക് ആണ്, ആൻറ്റിപയററ്റിക് എഫക്റ്റ് ആണ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട്, യൂറിക് എഫക്റ്റ് ഉണ്ട്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആർക്കും അങ്ങനെ എല്ലാവർക്കും പെട്ടെന്ന് പിടിയിട്ടില്ല കേട്ടോ. സോ എന്താണ് യൂറിക് എഫക്റ്റ് ഉണ്ട്. സോ ഓൾസോ നോട്ട് പ്രൊഡ്യൂസ് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ഇറിറ്റേഷൻ. എന്തില്ല, ഇത് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ഇറിറ്റേഷൻ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യില്ല. ആർക്ക് എന്ത് പനി വന്നാലും വേദന വന്നാലും ആദ്യം കഴിക്കുന്നതാണ് പാരസ്റ്റമോൾ ആണ്. കാരണം എല്ലാവർക്കും അത് ഓക്കെയാണ്. ലിവർ ഡാമേജ് എന്നുള്ളതിനല്ലാണ്ട് എന്താണ് ബാക്കി വലിയ പ്രശ്നങ്ങളൊന്നും കാര്യങ്ങളില്ല. സോ യൂറിക് എന്ന് വെച്ചാൽ എന്താണ്, ഡ്രഗ് ദാറ്റ് റൈസ് സെറം യൂറിക് ആസിഡ് ആണ്. സോ സെറം യൂറിക് ആസിഡ് കൂട്ടുന്ന ഡ്രഗുകളെയാണ് നമ്മൾ യൂറിക് എന്ന് പറയുക കേട്ടോ. സോ പാരസ്റ്റമോൾ വെൽ അബ്സോർബ്ഡ് ഓറലി, മെറ്റബോളൈസ്ഡ് ഇൻ ലിവർ ആൻഡ് എക്സ്ക്രീറ്റഡ് ഇൻ ദ യൂറിൻ. ഇത് എല്ലാവർക്കും അറിയാം, കോമൺ അബ്സോർപ്ഷൻ ഡിസ്ട്രിബ്യൂഷൻ മെക്കാനിസം ആണ്. സോ നെക്സ്റ്റ് നമുക്ക് പറയാനാണെങ്കിൽ സെലക്റ്റീവ് COX-2 ഇൻഹിബിറ്റേഴ്സ് ആണ്, അത് എടുത്ത് പറയുന്നുണ്ട്. സോ സെലോകോക്സിബും റോഫികോക്സിബും ബോത്ത് ഹൈലി സെലക്റ്റീവ് COX-2 ഇൻഹിബിറ്റേഴ്സ് ആണ്. സോ ഹൈലി സെലക്റ്റീവ് COX-2 ഇൻഹിബിറ്ററിന് എക്സാമ്പിൾ ആരൊക്കെയാണ്, സെലോകോക്സിബും റഫോകോക്സിബും ആണ്. ദേ ഹാവ് ഗുഡ് അനാൽജസിക്, ആൻറ്റിപയററ്റിക് ആൻഡ് ഇൻഫ്ലമേറ്ററി ആക്ഷൻ. ബോത്ത് സെലോകോക്സിബ് ആൻഡ് റഫോകോക്സിബ് ക്യാൻ യൂസ് സോൾട്ട് ആൻഡ് വാട്ടർ റിട്ടൻഷൻ ലീഡിങ് ടു ഹൈപ്പർ ടെൻഷൻ എഡിമ. സോ നോർമലി ഈ സെലക്റ്റീവ് COX-2 ഇൻഹിബിറ്റർ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഹൈപ്പർ ടെൻഷനും എഡിമയും കാണും. അതെങ്ങനെ കാണും എന്ന് വെച്ച് കഴിഞ്ഞാൽ സോൾട്ടിൻ്റെയും വാട്ടറിൻ്റെയും റിട്ടൻഷൻ ഉണ്ടായിരിക്കും. സോ അത് പുറത്തേക്ക് കൂടുതൽ പോവില്ല. സോ റീഅബ്സോർപ്ഷൻ്റെ കേസിലൊക്കെ ഉണ്ടായിട്ട് എന്ത് ചെയ്യുന്നില്ല, പുറത്തേക്ക് എലിമിനേറ്റ് ആവാണ്ട്. സോ സോൾട്ടും വാട്ടറിൻ്റെ റിട്ടൻഷൻ ഉണ്ടായിട്ട് എന്ത് ചെയ്യുന്നു, ഹൈപ്പർ ടെൻഷൻ എഡിമ ഉണ്ടാവുന്നു. ദേ ക്യാൻ ബി യൂസ്ഡ് ഇൻ അക്യൂട്ട് പെയിൻഫുൾ കണ്ടീഷൻ ലൈക്ക് പോസ്റ്റ് ഓപ്പറേറ്റീവ് പെയിൻ, ഡെന്റൽ പെയിൻ, ഇൻ റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ്. സോ നമ്മൾ നോർമലി പെട്ടെന്ന് സജസ്റ്റ് ചെയ്യില്ല. ഈ ഭയങ്കര പെയിനാണ്, സഹിക്കാൻ പറ്റാത്തതാണെന്നെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, സെലക്റ്റീവ് COX-2 ഇൻഹിബിറ്റേഴ്സ് നമ്മൾ കൊടുക്കുള്ളൂ കേട്ടോ. സോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഇച്ചിരി ഡീല് സംസാരിക്കാം. സോ നെക്സ്റ്റ് വീട്ട് കാണാം. ബൈ.